നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നന്മ പ്രാപിക്കും, തിന്മ തൊടുകയില്ല. നിന്റെ യാത്രയിൽ ഖേദം വരികയില്ല. നീ ആഗ്രഹിച്ച തുറമുഖമണയും കൊടുങ്കാറ്റിനെ അവൻ ശാന്തമാക്കും. കടലോലങ്ങൾക്കവൻ അതിരുവയ്ക്കും. പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. കടലോലങ്ങൾക്കവൻ അതിരുവയ്ക്കും. പടകിൽ നിന്നോടൊപ്പം അധിവസിക്കും. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരോഗ്യത്തോടും സുബോധത്തോടും എഴുന്നേൽപ്പിച്ചല്ലോ. ഒരു നല്ല പുതിയ ദിവസത്തിലേക്ക് കൊണ്ടുവന്നല്ലോ. രാത്രികാലം അല്പസമയം സുഖകരമായി ഉറങ്ങുവാൻ ഇടയാക്കിയല്ലോ. ഉണർന്നെൻ്റെ കർത്താവിൻ്റെ പാദപിടത്തിലേക്ക് കൊണ്ടുവന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കലാ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും അങ്ങയുടെ പാദപിടത്തിലോട്ട് ചേർത്ത് വയ്ക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ അവിടുന്ന് ഉള്ളതുപോലെ കാണുന്നില്ല കർത്താവേ. അവരുടെ പ്രാർത്ഥനാ വിഷയത്തെ സ്വർഗം അറിയുന്നില്ല കർത്താവേ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്നവരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ഒന്നുപോലെ അനുഗ്രഹിച്ച് സഹായിക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിക്കണം. എൻ്റെ അപ്പച്ചൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. ഞങ്ങളുടെ പോക്കിലെ, വരവിലെ, വാഹനയാത്രയിലെ, വഴിയാത്രയിലെ, ജോലികാര്യങ്ങളിലെ, വിശ്രമവേളകളിലൊക്കെയും തിരുസാന്നിധ്യം അനുഭവിച്ച് നടപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ട് കർത്താവേ. ഈ നല്ല സമയം കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ കർത്താവേ. സമാധാനത്തോടും ആരോഗ്യത്തോടും സൂക്ഷിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ ഏൽപ്പിക്കുന്നു കർത്താവേ. ജയത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തണമേ. തുടർ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടണം കർത്താവേ. വേണ്ടുന്ന നന്മകളും അനുഗ്രഹങ്ങളും അവർക്ക് കൊടുത്തവരെ മാനിക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും കാത്തോണേ കർത്താവേ. പ്രത്യേകിച്ച് മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിംഗ്, മെഡിസിന് പഠിക്കുന്ന മക്കൾ കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം ആവശ്യമാർന്ന ആലോചനയും ബുദ്ധിയും അപ്പച്ചൻ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും പരാജയപ്പെട്ടുവാൻ അനുവദിക്കല്ലേ കർത്താവേ. അവരെല്ലാം ശ്രേഷ്ഠരാക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ പ്രയത്നിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ആമൻ OIT IELTS ജർമ്മനും പഠിക്കുന്ന മക്കളുണ്ട് കർത്താവേ. അപ്പാ, പ്രൊമറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കൾ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഇരിക്കുന്ന മക്കൾ കർത്താവേ. മെഡിക്കൽ അറ്റൻഡ് ചെയ്യുന്ന മക്കൾ, മെഡിക്കൽ കഴിഞ്ഞിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരെയും സ്വർഗം കാണുന്നില്ലപ്പാ. യാതൊരു തടസ്സവും മുടക്കം കൂടാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ലക്ഷ്യം വെച്ച സ്ഥാനത്ത്, ആഗ്രഹിച്ച സ്ഥാനത്തിൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനവരെ കൊണ്ടെന്നെത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയ്ക്കായി, അനുഗ്രഹത്തിനായി കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഉപജീവനമാർഗം ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന വഴിവാതിൽ അപ്പച്ചൻ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ. ഭാരപ്പെട്ട ഹൃദയം കലങ്ങുവാൻ അനുവദിക്കല്ലേ. മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിപ്പാൻ അനുവദിക്കല്ലേ. മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടുവാൻ സമ്മതിക്കല്ലേ കർത്താവേ. നിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തുറക്കണമേ എന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും സമാധാനത്തിലും സൗഖ്യത്തിലും ജോലി ചെയ്യാൻ ഇടയാക്കണം. ഏറെ പ്രതിഫലം കൊടുത്തവരെ മാനിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവ്, വിവാഹപ്രായമായ മക്കളുണ്ട്. തക്ക തുണി അവർക്ക് ഒരുക്കണം. അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ട് കർത്താവേ. അവർക്ക് നല്ല തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. ആമേനവരെ മാസന്തികളും കൂടിയിരുന്ന് സുഖപ്രസവം നൽകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഊനമില്ലാത്ത പൈതങ്ങളെ കൊടുത്ത് സഹായിക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, കടഭാരമുള്ള മക്കളുണ്ട്. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുത്തേ മതിയാകൂ. ദൈവമായ കർത്താവേ, ഭവനമില്ലാത്തവർ, വാടക ഭവനങ്ങളിൽ കഴിയുന്നവർ, സ്വന്തമായി തലചായ്പാൻ ഒരിടമൊരുക്കണമേ, ഭവനം ഒരുക്കണമേ കർത്താവേ. ദൈവമായ കർത്താവേ, ഭവനം പണിയുന്ന മക്കൾ അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കണമേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ. നീറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദനകൾക്കൊക്കെയും അറുതി വരുത്തി അവരുടെ പ്രാർത്ഥനാവിഷയത്തിന്മേൽ മറുപടി നൽകി സ്വർഗം മാനിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ. മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട അനേക ജീവിതങ്ങളുണ്ട് കർത്താവേ. അനേക കുടുംബങ്ങളിൽ സ്വസ്ഥതയും സമാധാനമില്ലപ്പാ. കരയുന്ന മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കർത്താവേ. തൃക്കരങ്ങളിലോട്ട് ആ വിഷയം ഏൽപ്പിക്കുകയാണ്. സ്വർഗമെല്ലാവരെയും ഉള്ളതുപോലെ കാണുന്നില്ല കർത്താവേ. മദ്യപാനികൾക്ക് മാനസാന്തരം നൽകണമേ കർത്താവേ. ലഹരിക്ക് അടിമപ്പെട്ടവരെ കർത്താവ് വിടുവിക്കണമേ അപ്പാ.
നിൻ്റെ കരങ്ങളിലോട്ട് ആ വിഷയം ഏൽപ്പിക്കുന്നു കർത്താവേ. കരയുന്ന മാതാപിതാക്കളുടെ സഹോദരിമാരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുകയാണ്. മാനസാന്തരം നൽകി മാനിച്ചാട്ട് കർത്താവേ. ഈ സമയം ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗ്ഗം സ്വർഗ്ഗമെന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണം. ഓരോരുത്തർക്കും വേണ്ടുന്ന ഓരോ നന്മകളും അനുഗ്രഹങ്ങളും ദിനംതോറും കൊടുത്ത് മാനിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. റിസർച്ച് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ. കഷ്ടനഷ്ടം കൂടാതെ കാത്തോണേ. വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഓരോ മക്കളുടെയും വാഹനത്തിൽ കർത്താപ്പച്ചൻ്റെ കാര്യം ചേർത്ത് പിടിച്ചോണം. ആപത്തപകടങ്ങളിൽ നിന്നെല്ലാവരെയും വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഓരോ മക്കളുടെ യാത്രകളിൽ കൂടെ ഇരിക്കണം. ഭവനം വിട്ടിറങ്ങുന്ന നിമിഷം മുതൽ കർത്താപ്പച്ചൻ്റെ സാന്നിധ്യത്തിൽ അവർ യാത്ര ചെയ്യാൻ സഹായിച്ചാട്ട് കർത്താവെ. നിത്യസ്ഥാനത്തെത്തോളം കൃപയിൽ പൊതിയണം കർത്താവെ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ടപ്പാ. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിൽ ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നു. അലമുറയിട്ട് കരയുന്ന ജനസമൂഹത്തിൻ്റെ നടുവിൽ സ്വർഗം ഇറങ്ങണമേ. ആശ്വാസത്തിൻ്റെ കരവുമായി ചെല്ലണമേ കർത്താവെ. പ്രത്യാശയോടെ മുൻപോട്ട് ജീവിപ്പാൻ സ്വർഗം അവരെ സഹായിച്ചാട്ട്. എല്ലാ അനർത്ഥ സംഭവങ്ങളിൽ നിങ്ങളുടെ രാജ്യത്തെ വിടുവിച്ചാട്ട് കർത്താവെ. ഓരോരുത്തരോടും ഇടപെടണമേ, സംസാരിക്കണമേ കർത്താവെ. സമാധാനപരമായി ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ കർത്താവെ. എല്ലാ വിദ്വേഷങ്ങൾക്കും അറുതി വരുത്തണമേ കർത്താവെ. ശാന്തതയും സമാധാനവും ദൈവകൃപയും തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നടത്തണമെന്ന് അടിയൻ പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവെ, ഈ സമയം ഞങ്ങളുടെ ദേശത്തെ ചുറ്റുപാടുകളെ, അയൽ കുടുംബങ്ങളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, അനാഥരെ, വിധവകളെ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഒക്കെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ യുവാക്കന്മാരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പൈതങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. എല്ലാവരെയും സ്വർഗം കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണമേ. എല്ലാ നന്മയും അനുഗ്രഹവും ഓരോരുത്തർക്കും കൊടുത്ത് മാനിക്കണമേ കർത്താവെ. ഞങ്ങളുടെ സുശേഷ വേലക്കാരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് കർത്താവ് മനസ്സലിവ് കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടമനുഭവിക്കുന്ന, വേദനിക്കുന്ന, ഹല്ലേലൂയ കർത്താവെ, ജയിൽവാസം അനുഭവിക്കുന്ന, പല വിധത്തിലുള്ള പീഡനങ്ങൾക്ക് അടിമപ്പെട്ടവരൊക്കെ ഉണ്ടപ്പോൾ അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനെ എല്ലാവരെയും കാത്തുകൊള്ളണം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ കൃപ തന്നാട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച അടിയങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.